വെൽക്കം ടു ഡൈൻ വിത്ത് ആൻ. ഇന്നെൻ്റെ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള ഡിഷായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മത്തി തപ്പു കാച്ചിയത്. മിക്കവർക്കും അറിയാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്. ഞാനിവിടെ ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയേണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം 2 സൈഡും. അപ്പൊ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ മീനിലൊന്ന് പിടിച്ചു കിട്ടും. ഇനി മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ വിനീഗർ. ഞാനിവിടെ തേങ്ങാവെള്ളത്തിൽ നിന്നുള്ള വിനീഗറാണ് എടുത്തിരിക്കുന്നത്, സിന്തറ്റിക് വിനീഗർ അല്ല. വാളൻപുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിന്റെ വെള്ളം നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിന്റെ അളവ് കൂടരുത്. കാരണം നമ്മളിത് സാധാരണ വെക്കുന്നത് പോലെയുള്ളൊരു ചാറുകറിയല്ല, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അത് കാരണം വെള്ളത്തിന്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക് പാനോ യൂസ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് മസാല പുരട്ടി വെച്ച മീൻ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം. നമ്മളിത് സാധാരണ കറിയിലേക്ക് ഇടുന്നത് പോലെ കോരി ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ മീതയായിട്ട് അടുക്കി വെക്കുക. ഇനി അതിൽ ബാക്കിയുള്ള ജ്യൂസ് അതിന്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മീതെ ഒരു 4-5 തണ്ട് കറിവേപ്പില ഇതേപോലെ നിരത്തി വെച്ചു കൊടുക്കാം. നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പൊ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി മീനിലൊക്കെ പിടിച്ച് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി കറി ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. നമ്മൾ സാധാരണ ചാറുകറി പോലെ ചാറില്ലാത്തത് കൊണ്ട് തന്നെ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞൊക്കെ പോവും. അപ്പൊ നമ്മൾ ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ സൈഡിൽ നിന്ന് ഗ്രേവി എടുത്തിട്ട് ഒന്ന് കോരി ആ മീനിന്റെ മീതയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് സൈഡിൽ നിന്ന് ഗ്രേവി എടുത്ത് ഇതേപോലെ മീനിന്റെ മീതെ നമുക്ക് കോരി ഒഴിക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബാക്കിയുള്ള ചാറുകൂടിയൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തി തപ്പു കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.